കുറച്ച് കഴിഞ്ഞാലേ ഇവിടെ അടുത്തുള്ള അംഗനവാടി വിടും. അവിടുത്തെ പിള്ളേര് വരുമ്പോഴേ അവരുടെ കയ്യിൽ ഞാൻ ഫോൺ കൊടുക്കാം. നിന്റെ ഈ പീറ ഭീഷണിയൊക്കെ അവരോട് മതി. അത് കലക്കടി മോളിക്കുട്ടി, അത് കലക്കി. ഇന്നലെ ഞാൻ ഒരു സ്ഥലത്തേക്ക് പോയില്ലേ, അവിടെ ഗേറ്റിൽ കൈവച്ച് സംസാരിച്ചുകൊണ്ട് നിന്നപ്പോ പെട്ടെന്ന് ഒന്ന് തിരിഞ്ഞതാ, അപ്പൊ പറ്റിയതാ. എന്നിട്ട് ഡോക്ടറെ അടുത്ത് പോയി ഇഞ്ചക്ഷൻ എടുക്കാത്ത എന്താ? അതിന് സെപ്റ്റിക് ആയാലോ? ഇപ്പൊ ഒരു കുഴപ്പമില്ല മോളെ. എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ നമുക്ക് നാളെ ഡോക്ടറെ അടുത്ത് പോവാം. ആ ഷോ മമ്മി. ഷോ മോളെ. എന്നാ ശരി. നടന്നൊന്നും ഗാഥമോൾ അറിയരുത്. പ്രത്യേകം ശ്രദ്ധിക്കണം ശ്രീ. ശരി മാം. കൈക്ക് നല്ല വേദനയുണ്ടോ മാഡം? സിനി മാഡം പറഞ്ഞു മാഡത്തിന്റെ കൈ മുറിഞ്ഞിരിക്കുകയാണെന്ന്. നീര് വല്ലതും ആയിട്ടുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ചൂട് പിടിച്ചാ മുറിവ് ഉണങ്ങിക്കോളും. നിന്നോട് എന്നെ പരിചരിക്കാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടോ? അല്ല മാഡം. അതെ, പറയുന്ന ജോലി മാത്രം ചെയ്താൽ മതി. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ ഹൗസ് ഹെൽപ്പ് ഇടപെടണ്ട, മനസ്സിലായോ? ഇവിടെ ചില സ്വാതന്ത്ര്യങ്ങളൊക്കെ നിനക്ക് കിട്ടുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് നിനക്കറിയാം. എന്ന് കരുതി ഒതുങ്ങി നിൽക്കേണ്ടടുത്ത് ഒതുങ്ങി നിന്നേ പറ്റൂ. ചെല്. മാം, നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ പോയാലോ? സിനി എന്തിനാ ഈ സുനന്ദയുടെ അടുത്തൊക്കെ പറയാൻ പോയത്? അത് പിന്നെ സുനന്ദ വരുമ്പം മാം പുറത്ത് നിൽക്കുന്നുണ്ടായിരുന്നല്ലോ, കണ്ടതുകൊണ്ട് എന്നോട് ചോദിച്ചു. എന്തെങ്കിലും പറഞ്ഞല്ലേ പറ്റുള്ളൂ. ഗാഥമോള് പിന്നെന്തെങ്കിലും ചോദിച്ചോ? ഇല്ല മാം. സിനി, നടന്നൊന്നും ഗാഥ അറിയരുത്. അറിഞ്ഞാൽ അവള് പ്രശ്നം ഉണ്ടാക്കും. കൃഷ്ണയുടെ ആത്മാർത്ഥതയില് ഞാനും നീയും എപ്പോഴും വിശ്വസിച്ചിട്ടുണ്ട്. എന്നെ കൊല്ലാനുള്ള ഗുണ്ടകളെ ആരയച്ചാലും അവൾ അത് അറിയാതിരിക്കില്ലല്ലോ സിനി. ജസ്റ്റ് ഫോൺ ചെയ്തെങ്കിലും എന്നെ ഒന്ന് അറിയിക്കായിരുന്നു. അതെങ്ങനെ അറിയിക്കും? അതിനി അവക്ക് കുറച്ചില്ലല്ലേ. സിതാര ശ്രീനിവാസന്റെ ടെൻഡറിനെ മറികടന്ന് സർക്കാരിന്റെ ബീച്ച് പ്രൊജക്ട് സ്വന്തമാക്കിയിരിക്കുന്ന കൃഷ്ണയല്ലേ? കൈയിന് എന്ത് പറ്റിയെന്ന് ചോദിച്ചപ്പോ മമ്മി പറഞ്ഞത് ഒരു നിസ്സാര കാരണം. ആരെ മമ്മിയെ കൊല്ലാൻ ശ്രമിച്ചത്? ആരെ മമ്മിയെ ആക്രമിച്ചതെന്ന് പറ മമ്മി. ആരെ മമ്മി പേടിക്കുന്നേ? പറയാൻ. ആരെന്നറിയില്ല മോളെ. ആരാണെന്ന് മമ്മിക്ക് അറിയില്ല. പക്ഷേ കൃഷ്ണയ്ക്ക് വേണമെങ്കിൽ അത് മമ്മിയെ അറിയിക്കായിരുന്നു. മമ്മി തൊട്ടു മുന്നേ പറഞ്ഞതാ. സിനിച്ചേച്ചിക്ക് ഇതിനെ കുറിച്ച് എന്തേലും അറിയാവോ? അത് മാഡം, മമ്മി ഏറെ ആഗ്രഹിച്ച ഗവൺമെന്റ് പ്രൊജക്ട് സ്വന്തമാക്കിയത് കൃഷ്ണയാണ്. മോളെ, അതിനുള്ള പണം അവൾക്ക് എവിടുന്നാ? പവർ എവിടുന്നാ? ഞാൻ ചോദിക്കുന്നത് കേൾക്കുന്നല്ലേ മമ്മി? അത് അവൾ ചെന്ന നാട്ടില് അവളെ സഹായിക്കാനായിട്ട് ആരെങ്കിലും ഉണ്ടായിട്ടുണ്ടാവും. അതൊന്നും നമ്മുടെ മാറ്റർ അല്ലല്ലോ ഗാഥ. അവൾ എവിടെയായാലും എന്ത് ചെയ്താലും അതൊന്നും നമ്മളെ ബാധിക്കുന്നില്ലല്ലോ കുട്ടി. ഇതെന്ത് പറ്റി മമ്മി? ഞാൻ അറിയുന്ന സിതാര ശ്രീനിവാസന് ഇതെന്താ പറ്റിയത്? ഒരു തോൽവി സംഭവിച്ച തോൽപ്പിച്ചവനെ തിരഞ്ഞു പിടിച്ച് തിരിച്ചടിച്ചിട്ടല്ലാതെ വിശ്രമിക്കാത്ത ഒരു സിതാര ശ്രീനിവാസൻ ഉണ്ടായിരുന്നു എന്റെ മുന്നില്. പക്ഷെ ഇപ്പൊ മമ്മിയുടെ മുഖത്ത് ആ വാശിയില്ല, ചങ്കൂറ്റമില്ല. എന്താ മമ്മി അവളെ പേടിച്ചോ ആ കൃഷ്ണയെ? എന്നിട്ട് അവളെ വെറുതെ വിടാൻ തീരുമാനിച്ചോ? മാഡം, കൃഷ്ണയല്ല ഇതൊന്നും ചെയ്തത്. ഇനി വീട്ടില് ഒരാള് പോലും കൃഷ്ണയെ ന്യായീകരിച്ച് പറയാൻ പാടില്ല. അവൾ എന്നെ ചതിച്ചു. വിഷുവിന്റെ തലേന്ന് അവൾ എന്റെ വേഷം കെട്ടി കളരിക്കരി ചെന്നു.
പൂജകൾ ചെയ്തു. നവീന്റെ ബെഡ്റൂമില് ആദ്യരാത്രി ആഘോഷിച്ചു. എന്നിട്ട് അടുത്ത നീക്കം ദേ മമ്മിയുടെ നേരെ. മമ്മിയുടെ ബിസിനസ്സില് മമ്മിക്കെതിരെ നിന്ന് മമ്മിയെ തോൽപ്പിച്ചു. ഇങ്ങനെ ഒരുത്തിയെ വെറുതെ വിടണമെന്ന് സിനിച്ചേച്ചി പറഞ്ഞാലും മമ്മി പറഞ്ഞാലും ഞാൻ സമ്മതിക്കില്ല. ഗാഥ, മോളെ, കാര്യങ്ങൾ വെറുതെ കോംപ്ലിക്കേറ്റഡ് ആക്കരുത് നീ. കോംപ്ലിക്കേറ്റഡ് ആവട്ടെ മമ്മി. ഇത്രയ്ക്ക് ചെയ്തു തീർക്കാൻ ആ വേലക്കാരിയുടെ മകൾക്ക് സാധിക്കുമെങ്കിൽ ഗാഥ ശ്രീനിവാസനെ കൊണ്ട് എന്തൊക്കെ സാധിക്കുമെന്ന് ഞാൻ അവൾക്ക് മനസ്സിലാക്കി കൊടുക്കും. അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ എത്ര പേരുണ്ടായാലും ആരൊക്കെ ഉണ്ടായാലും ഞാൻ വിടില്ല, ഒരിക്കലും വിടില്ല. എന്നാലും ദൈവത്തിന്റെ ഒരു കളി നോക്കിയ മോളിക്കുട്ടി. കളരിക്ക വീട്ടിൽ എന്ത് ചടങ്ങ് നടന്നാലും അതിൽ പങ്കെടുക്കാതിരിക്കാൻ ഗാഥയ്ക്കൊരു കാര്യം ഉണ്ടാവും. അതിൽ പങ്കെടുക്കുന്ന ആരാ? നമ്മുടെ കൃഷ്ണ. ഇപ്പൊ ഈ വിഷുവിന് കൃഷ്ണ കളരിക്കലെത്തുമെന്ന് നമ്മൾ ആരെങ്കിലും കരുതിയോ? പക്ഷേ ദൈവം വന്ന് വിളിച്ചോണ്ട് പോയതുപോലെ കൃഷ്ണ അവിടെ എത്തുകയും അവിടുത്തെ മുഴുവൻ ചടങ്ങുകളിൽ പങ്കെടുക്കുകയും ചെയ്തു. ഇതൊക്കെ എന്തിന്റെ തെളിവാ? ദുബായ് മാമൻ ഉദ്ദേശിക്കുന്ന എനിക്ക് മനസ്സിലായി. അത് ഞാൻ അവളോട് പറഞ്ഞിട്ടുള്ളത്. കാലം എത്ര കഴിഞ്ഞാലും നവീൻ അവൾക്കുള്ളത് തന്നെയാ. അതങ്ങനെ വരൂ മോളെ. കൃഷ്ണയുടെ നല്ല മനസ്സിന് ഈശ്വരൻ അവൾക്ക് ആ സമ്മാനം കൊടുത്തിരിക്കും. ശോ, ഇതെന്തൊരു ശല്യം ഇത്. ഇതിപ്പോ എത്രാമത്തെ കോളാണെന്നറിയൂ. എന്താ മോളെ, പയ്യന്മാരാരെങ്കിലും വിളി തുടങ്ങിയിട്ടുണ്ടോ? ആ, ചെക്കന്മാരാണെങ്കിൽ ഒറ്റ വിളി കൊണ്ട് ഞാൻ നിർത്തിച്ചേനെ. ഇത് പക്ഷെ മറ്റവളാ, ഗാഥ. ശോ, അന്ന് കൃഷ്ണയുടെ കൂടെ പോയപ്പോഴേ എന്റെ നമ്പർ സിത്താര മേഡത്തിന് കൊടുക്കേണ്ടി വന്നു. അതുകൊണ്ടാ ആ നാശം പിടിച്ചവളിങ്ങനെ വിളിച്ചോണ്ടിരിക്കുന്നെ. ഇനി വിളിച്ച മോള് ഫോൺ എടുക്കാതിരിക്കണ്ട. കാര്യം എന്താണെന്ന് അറിയാലോ. ഇനി ഇങ്ങോട്ട് എന്തെങ്കിലും പറഞ്ഞാ തിരിച്ചു പറയാൻ അറിയാത്ത ആളല്ലല്ലോ മോളിക്കുട്ടി. ഹലോ, എന്തിനാ ഇങ്ങനെ കൂടെ കൂടെ വിളിച്ചോണ്ടിരിക്കുന്നെ? കൃഷ്ണ എവിടെയുള്ളത്? എന്താ ചോദിച്ചേ? നിന്റെ കൂട്ടുകാരി കൃഷ്ണ എവിടെയാ ഉള്ളതെന്ന് എനിക്ക് അവളെ കാണണം. അല്ല, നിങ്ങൾ തമ്മിൽ എന്തിനാ കാണുന്നേ? അത് നീ അറിയണ്ട. കൃഷ്ണ ഇപ്പോ എവിടെയാ ഉള്ളതെന്ന് മാത്രം പറഞ്ഞാ മതി. പറയാൻ ഉദ്ദേശമില്ലെങ്കിൽ ഞാൻ അങ്ങോട്ടേക്ക് തെരഞ്ഞു വരും. വരുമ്പോ അവക്ക് പകരം കാണുന്നത് നിന്നെയാണെങ്കിൽ പോലും ബുദ്ധിമുട്ടാവും നിനക്ക്. കുറച്ച് കഴിഞ്ഞാലേ ഇവിടെ അടുത്തുള്ള അങ്കനവാടി വിടും. അവിടുത്തെ പിള്ളേര് വരുമ്പോഴേ അവരുടെ കയ്യിൽ ഞാൻ ഫോൺ കൊടുക്കാം. നിന്റെ ഈ പീറ ഭീഷണിയൊക്കെ അവരോട് മതി. അത് കലക്കടി മോളിക്കുട്ടി, അത് കലക്കി. ആരടിയത്? ആർക്കാ ഇത്ര സന്തോഷം? ഹലോ, താനാരാ? എന്നെ എല്ലാരും ദുബായ് മാമനെന്നാ വിളിക്ക. കൃഷ്ണ അതെ. ഓ, അപ്പൊ എല്ലാവരും കൂടി ഒന്നിച്ചിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും കൂടിയാണോ എന്റെ മമ്മിയെ ഇല്ലാതാക്കാൻ നോക്കുന്നേ? ഇല്ലാതാക്കാൻ നോക്കുന്നോ?